ബാക്കിയിപ്പോൾ നിങ്ങൾ തന്നെ കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ തന്നെ എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകരോടൊപ്പം കാണുന്നത്. ഒരു സിനിമ കറക്റ്റായിട്ട് വിലയിരുത്തണമെങ്കിൽ അവരോട് കണ്ടിട്ടുള്ള വരുന്നത്. പക്ഷെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. നല്ലതല്ലേ? ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലരെ ക്രിട്ടിസൈസ് ചെയ്യും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ്. ഇതിലേക്ക് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായി അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. ക്ലൈമാക്സ് വ്യത്യസ്തം, നല്ല ക്ലൈമാക്സ്. പിന്നെ വയലൻസ് എന്ന് പറയാനില്ല, വയലൻസ് എന്ന് പറയാനില്ല. ഒരു സീറ്റ് ത്രില്ലറായിട്ട് വരും, അങ്ങനെ വേണമെങ്കിൽ പറയാം. ചെയ്തിരിക്കുന്നതെന്ന്, പക്ഷെ അതല്ല. അപ്പം നമ്മൾ പിന്നെ കഥ അങ്ങോട്ട് ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിലനിർത്തിയിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയാണ്. ലാസ്റ്റ് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, അടിപൊളി. അടിപൊളി അഭിനയം, അടിപൊളി. ലാസ്റ്റ് അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും പോയി കാണാം. താങ്ക് യു. ഇമോഷണൽ പടമാണ്, ഭയങ്കര ഇമോഷണലായിട്ട്. അതിൻ്റെ ആ ഒരു എല്ലാവരും പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത. അതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ എടുത്തത് തന്നെ. ബിക്കോസ് ഈ സ്റ്റോറി അങ്ങനെയാണ്, ഭയങ്കര നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. നല്ലൊരു പടത്തിൻ്റെ ഒരു ഭാഗമാവാൻ ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. റെബയുടെ സീൻസൊക്കെ ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും കണ്ണടച്ചായിരുന്നു. എനിക്ക് അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല. കണ്ടിട്ട് പറയും, നിങ്ങളുടെ കണ്ണ് പറയും. നല്ല പടം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാൻ പറ്റുന്ന അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. അല്ല, നമ്മൾ കുറേ കാണാറുണ്ട്, പക്ഷെ ഇതിലെല്ലാം മിക്സ്ഡ് ആയിട്ട് പോയ ഒരു സംഭവം. പടത്തിന്റെ പേര് ധീരം. എപ്പോഴും കാണും പടം, പേര് പറയാറില്ല, ധീരം മൂവി. ആഗ്രഹമായിരുന്നു, അപ്പോൾ അതൊക്കെ സംഭവിച്ചു. ഹാപ്പി. താങ്ക് യു. ഓവറോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഓവറോൾ സിനിമ അടിപൊളിയാണ്. ബാക്കി ആൾക്കാർ സംസാരിക്കട്ടെ സിനിമയെ കുറിച്ച്. ഞങ്ങളെല്ലാവരും അതിൽ അഭിനയിച്ച ആൾക്കാർ നമ്മളെന്നെ പറയണ്ടല്ലോ, ഓഡിയൻസ് പറയട്ടെ. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. അതിനെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. നമുക്കറിയാലോ അല്ലേ? കംബാക്ക് എന്ന് പറയാം അല്ലേ? കംബാക്ക് എന്ന് പറയും. അടിപൊളി കംബാക്കാണ്. ഇപ്പം എല്ലാവരും കയറി കാണുക, ഇഷ്ടമാക്കാതെ. അടിപൊളി, ഒന്നും പറയില്ല, നിങ്ങൾ പറയണ്ടേ. എല്ലാവർക്കും ഒരു ഡയലോഗ് പറ്റി പറ. ധീരാണ് കണ്ടിട്ടുണ്ടായത്. ധീര മൂവി സൂപ്പറായിട്ടുണ്ട്. ഒരു ഫാമിലി ഓഡിയൻസിനെ കാണാൻ പറ്റിയത് തന്നെയാണ്. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. പിന്നെ ഡയറക്ഷനായാലും ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിലായാലും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. കേട്ടു, സൂപ്പർ, ഒന്നും പറയാനില്ല. ഉണ്ട്, പക്ഷെ അതിനേക്കാൾ നമുക്ക് ഇങ്ങനെ ആളുടെ എൻട്രി ഒക്കെ ആയിട്ട് നമ്മിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും മൂവി. പിന്നെ വരലക്ഷ്മീനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ എൻട്രി ആയാലും ക്ലൈമാക്സിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്നൊരു മൂവി തന്നെയാണ്. സങ്കടമൊക്കെ വന്നു. ചേട്ടനൊക്കെ എപ്പോഴും അത് അവർ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇതിലെ സ്റ്റോറി അത്രയും ഒരു കാതലായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. ഒരു മിനിറ്റ് പോലും ലാഗിങ് ഇല്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിനിറ്റ് മിസ്സായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ അത്ര ഇതായിട്ട് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അത് മേക്കിങ്ങും ഭയങ്കരമായിട്ട് ജിതിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇത്രയും നന്നായിട്ട് നല്ലൊരു സിനിമ എടുക്കുമ്പോഴത്തേക്കും അത് എല്ലാവരും പോയി കാണണം. നമ്മൾ നല്ല സിനിമകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. നല്ല സിനിമകൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും നമുക്ക്. കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നന്നായിട്ട്, കാരണം നിറഞ്ഞ കയ്യടിയായിരുന്നു തിയേറ്ററിൽ സിനിമ കഴിയുമ്പോൾ. ഇൻ്റർവെല്ലിനും സിനിമ കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായിട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെയുള്ള മൂവിയുടെയൊക്കെ ഭാഗമാവുള്ളൂ. അപ്പം നമ്മളുടെ ഗ്യാങ്ങിൽ ആക്ച്വലി ഇതൊരു ഗ്യാങ്ങായിട്ടുള്ളൊരു ഇതാണ്, ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ 5 പേരാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ആയിട്ട് നീളുന്ന ക്യാരക്ടേഴ്സാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പുതുമുഖങ്ങൾ. അപ്പം കൂടുതലും ലേഡീസ് വിമൻസ് ആണ് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഗ്യാങ് പരിപാടികളെല്ലാം നമ്മൾ പുതുമുഖങ്ങൾ തന്നെയാണ്.